ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു, അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്, ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. ROC റിപ്പോർട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്തൂ, വസ്തുതകളിലേക്ക് കടക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കൂ, ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കും. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞതുപോലെ ഒരു പാവം പെൺകുട്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണോ? ഒരു വ്യവസായ സംരംഭവുമായി വന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ വിവാദ ചുഴിയിലാക്കി തകർക്കുകയാണോ? മുഖ്യമന്ത്രി വിജയൻ്റെ മകൾ വീണ CMRL എക്സാലോജിക് ഇടപാടിൽ നിരപരാധിയോ? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ വീണ പഴി കേൾക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, LDF പ്രതിനിധിയും ജനതാദൾ സെക്കുലർ നേതാവുമായ ശ്രീ RS പ്രഭാത് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് പത്മകുമാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. JR, EP പറഞ്ഞതുപോലെ ഒരു പാവം പെൺകുട്ടിയെ വേട്ടയാടുകയാണോ? സ്ത്രീത്വത്തെ അപമാനിക്കുകയാണോ? ഈ പാവം പെൺകുട്ടി ഈ ഇടപാടിൽ നിരപരാധിയാണോ? അദ്ദേഹം പറഞ്ഞത് മുഖവിലക്കെടുക്കാമോ? ഈ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പലപ്പോഴും ഇതുപോലുള്ള സ്ത്രീത്വത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ വസ്തുതകളെ നിന്ന് ഒളിച്ചോടുന്ന ഒരു നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അത്രമാത്രം ഇതിനെ കണ്ടാൽ മതി. ഇത് സ്ത്രീ എന്നുള്ള ഒരു പരിരക്ഷയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഇത് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ MD ഇന്ത്യയിൽ നിലവിലുള്ള നിയമം പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ കമ്പനിയുടെ കമ്പനിയെ ഷെയ്ഡായി എടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പ്രഥമദൃഷ്ടിയ അന്വേഷണ ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അതോറിറ്റിയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി നടത്തിയ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതികളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും അത് പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനെ മറച്ചു വെക്കാൻ ഇതുപോലെ സ്ത്രീ ആയതുകൊണ്ട് പാവപ്പെട്ട സ്ത്രീക്ക് ജീവിക്കണ്ടേ എന്നുള്ളതാണ്. അങ്ങനെയല്ല, അത് ആ രീതിയിൽ ഇതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമുക്കറിയേണ്ടത് നിയമവിരുദ്ധമായ പ്രവർത്തനം ഈ കമ്പനിയിൽ നടന്നിട്ടുണ്ടോ? അതിന് കമ്പനിയുടെ ചുമതലപ്പെട്ട ഡയറക്ടേഴ്സും അതുപോലെ മാനേജിംഗ് ഡയറക്ടറും എല്ലാം ഉത്തരവാദിയാണോ? അതാണ് നിയമപരമായി അന്വേഷിക്കുന്നത്. അതിനെ നിയമപരമായി നേരിടാൻ അതിൽ ആരോപണത്തിന് വിധേയരായ ആളുകൾക്ക് അതിനുള്ള അവസരമുണ്ട്. ആ അവസരമാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ കൈവന്നിരിക്കുന്നത്. അവിടെ അതിനെ നിയമപരമായി അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവുകളും അവരുടെ ന്യായങ്ങളും നിരത്തി ഇതിൽ നിന്ന് അവർ തെറ്റുകാരല്ലെങ്കിൽ ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ബാലിശങ്ങളായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇത് അഴിമതിയെ മൂടിവെക്കാനുള്ളൊരു ശ്രമമാണ്. CP ജയരാജൻ്റെ പ്രതികരണം ബാലിശമാണ്. പ്രഭാത്, അഡ്വക്കേറ്റ് JR പത്മകുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതായത് എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അത് സുതാര്യമാണോ? അതാണ് പ്രധാന ചോദ്യം. ഇവിടെ ക്വാസി ജുഡീഷ്യൽ ഏജൻസിയായിട്ടുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിംഗ് ആണ്, അവരുടെ കണ്ടെത്തലാണ് ഈ ഇടപാടുകൾ ദുരൂഹമാണ് എന്നുള്ളത്. അതിനുശേഷം കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ബംഗളൂരു അവരുടെ ചില പരാമർശങ്ങളും വന്നു റിപ്പോർട്ട് രൂപത്തിൽ. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ROC പറഞ്ഞാൽ അറിയാലോ, ഈ വിഷയത്തിൽ EDയുടെയും CBIയുടെയും അന്വേഷണമാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള
കണ്ടെത്തലുകൾ റിപ്പോർട്ടായിട്ട് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ സ്ത്രീത്വത്തെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ ഇതൊരു പാവം പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് ബാലിശം തന്നെയല്ലേ? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കോഴ്സി ജുഡീഷ്യറി കമ്മിറ്റി, ആ കമ്മിറ്റി ഒരു കാരണവശാലും വീണ വിജയൻ MD ആയിട്ടുള്ള എക്സോലോജിക്കുമായിട്ടുള്ള ഒരു വിഷയവും പരിഗണിച്ചിട്ടില്ല. പരിഗണിച്ചത് CMRൻ്റെ വിഷയമാണ്. അത് പരിഗണിച്ചപ്പോൾ അതിനകത്ത് ഈ ഒരു വിഷയം വന്നു. അതിനെ രാഷ്ട്രീയപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കിയത് മാത്രമാണ്. ഇവിടെ നോക്കൂ, 2 കമ്പനികൾ, അത് പൊതുമേഖലയിലുള്ളതല്ല, സർക്കാർ മേഖലയിലുള്ളതല്ല. 2 കമ്പനികൾ, അത് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന, സ്വതന്ത്രമായ ബോർഡുള്ള 2 കമ്പനികൾ തമ്മിലുള്ള ഒരു വിഷയം. ആ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്തിനാണ്? ROCക്ക് ഇടപെടാം, ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിൽ ഒരു വിഷയമുണ്ട്. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കമ്പനികളുടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയുന്നത് ആകെയുള്ളത് ROCക്കാണ്. അല്ല, ഇടപെടുന്നത് എന്തുകൊണ്ടാണ് ROC? അല്ലല്ല, അത് നിയമവിരുദ്ധമെന്ന് ആരാണ് തെളിയിച്ച? ഇപ്പോഴും അങ്ങനെ തെളിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതൊരു ഫൈൻഡിങ്സ് ആണ്. ആ ഫൈൻഡിങ്സ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനം വരെ ഒരു വധശിക്ഷ നൽകാനുള്ള വ്യക്തിയായാലും അവൻ അവസാനം വരെ ആ കുറ്റം തെളിയുന്നത് വരെ അവനൊരു സാധാരണ പൗരനായിരിക്കും. ഇത് പറഞ്ഞ ഈ നിമിഷം ഞാൻ പറയേണ്ടത് ഒരു നിമിഷം ഫൈൻഡിങ്സ് ഇവിടെ നമുക്ക് എത്രയോ ഫൈൻഡിങ്സ് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉണ്ടാവാം. അത് അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥയാണ്. അല്ലാതെ നോക്കൂ ഇവിടെ ഏത് ഒരു നിമിഷം എനിക്കൊന്ന് പൂർണ്ണമാക്കാൻ, എന്റെ വിഷയം ഒന്ന് പൂർണ്ണമാക്കാനുള്ള സമയം. ഒരു ഉദ്യോഗസ്ഥന്റെ ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്റെ ഫൈൻഡിങ്സ് ആണ്. അത് നിയമപരമാവാണ്ട ഏത് ഭാഗത്താണ്? കോടതിയിലെത്തുമ്പോഴാണ് നിയമപരമാവുന്നത്. അതുവരെ നിങ്ങൾ അത് EDയുടെ റിപ്പോർട്ടായിക്കോട്ടെ, CBIയുടെ റിപ്പോർട്ടായിക്കോട്ടെ, അത് അന്തിമമായ വിധിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ മുന്നിലുള്ളത് മെയ് മാസത്തിലേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് വരെയാണ്. അപ്പോൾ എന്താ ചെയ്യുക? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം കണ്ടതുപോലെ EDയുടെയോ CBIയുടെയോ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അത് മെയ് മാസം കഴിഞ്ഞാൽ ഈ കേസ് എന്താവും എന്നുള്ളത് എനിക്കും അറിയാം, പപ്പൻചേട്ടനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതൊന്നുമല്ലാതാവും. കാരണം ഇതിനകത്ത് ആകെയുള്ളതെന്ന് പറയുന്നത് CMMRലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഡയറക്ട് ബോർഡ് അംഗം അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. അത് KMMലുമായിട്ടുള്ള ചർച്ചകളും അതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് ആ ഡയറക്ട് ബോർഡ് നിലനിൽക്കുക. ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. ആ സ്വകാര്യ സ്ഥാപനം കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറിൽ മേലാണ് അവിടെ ഈ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവുക. ആ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ മറ്റു തലത്തിലേക്ക് അത് പോകുന്നില്ല. ഇപ്പോ CMRൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. കോംപ്ലിക്കേറ്റഡ് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് എത്താതാവുമ്പോഴല്ലേ കോംപ്ലിക്കേറ്റ് ആവുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ്. ഇതിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ ഒരു മിനിറ്റ് ROC എക്സാലോജിക്കിനോട് ചോദിച്ചെന്താ, നിങ്ങൾക്ക് എന്തിന് 1,72,00,000 രൂപ കിട്ടി? അതിനൊരു വിശദീകരണം നൽകുക. ആകെ അവർ കൊടുത്ത വിശദീകരണം അല്ല, ഈ 1,72,00,000 രൂപയ്ക്ക് GST അടച്ചു എന്നുള്ളതാണ്. അറിയാലോ ആരാണ് ഇങ്ങനെ ഒരു സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നത്. CMRLന്റെ MDയും CMRL IT കൈകാര്യം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളും ആണ് ഈ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന് പറഞ്ഞത് ഈ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ലഭിച്ചില്ല. അപ്പോൾ സേവനം ലഭിക്കാതെ എന്തിന് 1,72,00,000 രൂപ കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഇതുവരെയായിട്ടും ROCക്ക് ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. നമ്മൾ പറയുന്നതല്ല, ഇതെല്ലാം ഈ സംവിധാനങ്ങളുടെ ഇത് അന്വേഷിക്കാൻ
ഉത്തരവാദപ്പെട്ട സംവിധാനങ്ങളുടെ മുന്നിൽ ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല, തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല, വ്യക്തമായ മറുപടി വിശദീകരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു, ഈ ഒരു അധ്യായം അവിടെ അവസാനിക്കും. പക്ഷേ സ്വകാര്യമായി രണ്ട് വ്യക്തികൾ നൽകുന്ന കരാറുകൾ അത് സ്വകാര്യമായിരിക്കും. കമ്പനി ആക്ട് പ്രകാരം ROCക്ക് അത് ചോദിക്കാം. ആ നിമിഷങ്ങൾ അവർ അദ്ദേഹം പറയാത്തത് പറഞ്ഞോട്ടെ. ഈ സ്വകാര്യം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ അല്ല, നിങ്ങളത് തെറ്റിദ്ധരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഇൻട്രീം ബോർഡിൻ്റെ തീരുമാനത്തിൽ എക്സാലോജിക്ക് ഒരു പാർട്ടിയല്ല, അത് ശരിയാ. പക്ഷെ ഇവിടെ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാ? CMRL അവർ കണക്ക് കൊടുത്ത സമയത്ത് അവർ കുറേ എക്സംഷൻസ് 135 കോടി രൂപയുടെ എക്സംഷൻസ്, ഞങ്ങൾക്ക് ഇത് ചിലവായതാണ്, നിയമപരമായി ചിലവായതാണ്, അതുകൊണ്ട് ഇതിന് ടാക്സ് അടയ്ക്കാൻ ഞങ്ങൾ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ സമർപ്പിപ്പിച്ചു. ആ റിട്ടേൺ ആണ് ചോദ്യം ചെയ്തിട്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ സേവനത്തിനല്ല, മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, OC, PV അങ്ങനെയൊക്കെ കുറേ ആൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ലീഗലായിട്ടുള്ള പൈസയാണ് കൊടുത്തത്, ഇതിൻ്റെ ടാക്സ് കൊടുക്കാൻ പറ്റില്ല, ഇത് ഞങ്ങൾക്ക് കിഴിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് പ്രശ്നമായത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ സേവനം കൊടുക്കാതെയും അല്ലാതെയും പൈസ കൊടുത്തിട്ടുണ്ട്, അത് ഇല്ലീഗൽ ട്രാൻസാക്ഷനാണ്, ഇത് കമ്പനി നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് 1,72,00,000 രൂപ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അവരെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഇൻകം ടാക്സ് തമ്മിലുള്ള കേസാണ്, അവരെ ചോദിക്കേണ്ട കാര്യമില്ല, അവരിതിൽ കക്ഷിയല്ല. പക്ഷെ ഇവരുടെ കണക്ക് നോക്കിയപ്പോൾ ഇവർ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുന്നത് കള്ളക്കണക്കാണെന്ന് ബോധ്യമായി. അത് നിങ്ങൾ എന്ത് സേവനമാണ് നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ളത് ചോദിച്ചപ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് CMRL ഇല്ലാതെ പോയി. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നെ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള നിലയിലേക്ക് വന്നപ്പോഴാണ് ആ കമ്പനി മായി ബന്ധപ്പെട്ട കമ്പനികളുടെ ട്രാൻസാക്ഷൻ എല്ലാം ഫ്രോഡാണ്, പലതും കമ്പനി നിയമത്തിന് വിരുദ്ധമാണ് എന്ന് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബോധ്യപ്പെട്ടത്, ബാംഗ്ലൂരിലെയും അതുപോലെ നമ്മുടെ കേരളത്തിലെയും ROCക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താം, കേന്ദ്ര ഗവൺമെൻറ്റിന് കമ്പനി നിയമം അനുസരിച്ച് തന്നെ കൂടുതൽ അന്വേഷണം നടത്താൻ പൊതു താല്പര്യം വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം. ആ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെറുതെ രണ്ട് കമ്പനികൾ തമ്മിലുള്ളതാണ്, സ്വകാര്യ കമ്പനി, ഒരു വിരോധമില്ല. ഇപ്പോൾ പൈസ ഉണ്ടാക്കി CMRLന് എത്ര രൂപ വേണമെങ്കിലും ആർക്കും കൂടെ കൊടുക്കാം, ആർക്കും ഒരു വിരോധമില്ല, അവരെ പ്രോഫിറ്റ് ചെയ്ത് അവർ കൊടുത്തോട്ടെ, യാതൊരു വിരോധമില്ല. ഇത് ഞങ്ങളുടെ ചെലവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണത്തെ വെളുപ്പിക്കാൻ നോക്കിയപ്പോഴാണ്, അത് ടാക്സ് എക്സംഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അത് പരിശോധിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ല. ഞാൻ ഉണ്ടാക്കിയ കാശ് അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കിയ കാശ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുമ്പോൾ ഡയറക്റ്റ് അവർക്ക് ഇഷ്ടമുള്ളത് ചെലവാക്കാം, ആർക്കും ഒരു തടസ്സമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ എക്സംഷൻ വേണമെന്ന് പറഞ്ഞ് ഇത് ഞങ്ങളുടെ ചെലവാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം കൊടുത്ത പൈസയെല്ലാം വെളുപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് വന്നപ്പോഴാണ് ഇത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വന്നത്. ഇതാണ് അതിന്റെ കാര്യം. അല്ലല്ല, ആ വിഷയത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിത്തരാം. ഇപ്പൊ നോക്കൂ, 1,72,00,000 അതിന് കൃത്യമായ ബാങ്ക് ഇടപാടാണുള്ളത്, അല്ലാതെ വെളുപ്പിക്കലല്ല. ഒരു എക്സാലോജിക്കിലും CMRLും തമ്മിലുള്ള ഒരു കരാറിന്മേലുള്ള ഒരു കരാറുണ്ട്. അതിന് കരാറില്ലാതെ കൊടുക്കാൻ കഴിയില്ല. കരാറിന്മേലുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അതിന്റെ GST ആരാ അടച്ചത്? എക്സാലോജിക്ക് അടച്ചിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ നോക്കൂ, അല്ല 1,72,00,000 രൂപ നിങ്ങൾക്ക് എന്തിനു തന്നു? ഇതിൽ 135 കോടിയുടെ ടാക്സ് എക്സംഷൻ ചോദിച്ചു. അതെന്തിന്? അവിടെയാണ് പ്രശ്നം. അപ്പൊ അല്ല, നിങ്ങൾ തമ്മിൽ കമ്പനി ഉണ്ടായി, ബാങ്കിൽ അടച്ചു, GST അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പണം വെള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് ഇവിടെ വിഷയമല്ലല്ലോ. അതാണ് ഈ കമ്പനിയുടെ ഡ്യൂബിയസ് ആണ് ഇതിന്റെ പ്രവർത്തനം, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. CMRLന്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇടപാടുകളിലും പരിശോധന വരുന്നത്. രാഷ്ട്രീയപരമായി ഈ വിഷയത്തിനെ രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും അതിന്റെ തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് വിഷയം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ
രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറായി മാത്രം മാറും. പക്ഷേ രാഷ്ട്രീയപരമായതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾ സാധിക്കില്ലേ, നിങ്ങൾ സമ്മതിക്കില്ലേ എന്നുള്ള ചോദ്യം വന്നത് ഇത് രാഷ്ട്രീയപരമായി ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഈ പെൺകുട്ടികളൊന്നും സ്ഥാപനം നടത്തുന്നില്ലേ? എത്രയെത്ര സംരംഭകകളുണ്ട് നമ്മുടെ നാട്ടിൽ, സ്ത്രീകളില്ലേ? അവർക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ, അവരൊന്നും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലല്ലോ. പിന്നെന്താ ഈ വീണയുടെ കാര്യത്തിൽ മാത്രം ഇത്ര വ്യാധി? ശ്രീ പാണ്ഡ്യാല ഷാജി, BJPയുടെ പ്രതിനിധിയും അതുപോലെ LDFൻ്റെ പ്രതിനിധിയും ഇവിടെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവിടെ ഒരു കടലാസ് കമ്പനിയുടെ മറവിൽ ദുരൂഹമായ ഇടപാടുകൾ നടന്നു. ഇപ്പോൾ ഈ 1,72,00,000 രൂപയുടെ ഇടപാടൊക്കെ അപ്രസക്തമാവുകയാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് 40,000 കോടി രൂപയുടെ കരിമണൽ ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം 100 കോടി PV അങ്ങനെ പലർക്കും PK കുറേ പേർക്ക് കൊടുത്തല്ലോ, ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവർക്ക്. മാത്രമല്ല ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും നമ്മുടെ കരിമണൽ കർത്ത വേണ്ട വിഹിതം കൊടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ ROCയുടെ കണ്ടെത്തലിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനകം തന്നെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ CMRL കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു. ഒപ്പം എക്സാലോജിക്കിൻ്റെ വഴിവിട്ട ഇടപാടുകളിലേക്ക് കൂടി വെളിച്ചം വീശുന്ന തരത്തിലുള്ള അന്വേഷണമായിരിക്കില്ലേ, വിശദമായ അന്വേഷണമായിരിക്കില്ലേ ഇനി നടക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ ആ അന്വേഷണമല്ലേ ഇപ്പോൾ പുരോഗതിയിലേക്ക് പോകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതിനെ നിരീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യേണ്ടത്. ഇതിലെ പ്രാഥമികമായ ഒരു കാര്യം, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, ആ എക്സാലോജിക്, ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് ടേം, അതർവൈസ് വാട്ട് ദ മീനിങ് ഓഫ് ദാറ്റ് നെയിം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എക്സാലോജിക് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു പേര് നൽകുമ്പോൾ തന്നെ അതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത ഇവിടെ നിന്നല്ല ആരംഭിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഏറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു ചിത്രം, ഇതിൻ്റെ സാങ്കേതികമായ മറ്റു വിഷയം കടക്കുന്നതിന് മുൻപിൽ ഞാൻ വളരെ ഗൗരവതരമായിരിക്കുന്ന 2 രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിൻ്റെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. അതിലൊന്ന്, ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കമ്പനി ഇയാൾ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇയാൾ അന്നേരം താമസിച്ചത് AKG സെന്ററിന്റെ അനുബന്ധമായിട്ടുണ്ടായിരുന്ന AKG സെന്ററിന്റെ അകത്ത് പിന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് താമസിക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു. ആ ഫ്ലാറ്റിന്റെ അഡ്രസ്സ് കൊടുക്കാതെ AKG സെന്ററിന്റെ അഡ്രസ്സാണ് ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഈ കടലാസ് കാട്ട കമ്പനിക്ക് കൊണ്ടുപോയി കൊടുത്തത്. ഈ കൊടുക്കുന്നത് തൊട്ട് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ദുരൂഹതയും അതിന്റെ പിന്നെ ലക്ഷ്യത്തിൽ എന്താണ് എയിം ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ഇപ്പോൾ. ഒന്ന്, ഇതെന്തിനായിരുന്നു ഇത് ചെയ്തത്? ഈ കേരളത്തിനകത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഓരോ പാർട്ടി മെമ്പറേയും അതിന്റെ ബ്രാഞ്ച് തലം മുതൽ അനുഭാവി ഗ്രൂപ്പ് മുതൽ അതിന്റെ പൊളിറ്റിക് ബ്യൂറോ വരെ വരുന്ന എല്ലാ ഘടകങ്ങളിലെയും മുഴുവൻ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അത് പറ്റിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഈ ഒരു പിന്നെ പേര് നിർദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി കടലാസ് കാട്ട കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിന് AKG സെന്ററിന്റെ പേര് അതിൽ വലിച്ചിട്ടതോടെ, അല്ലെങ്കിൽ ഇതിന്റെ അഡ്രസ്സ് കൊടുത്തതോടെ ഇതാണ് ഒന്നാമത്തെ ക്രൈം എന്ന് പറയുന്ന സാധനം. ഇത് ഏത് മിനിറ്റ്സ് പ്രകാരമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്ന് പബ്ലിക്കിനോട് വിശദീകരിക്കേണ്ടത് ഈ കുട്ടി പാവമാണ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും കൂടിയായിരിക്കുന്ന ഞാൻ പറയുന്ന യൂണിവേഴ്സൽ ഇഡിയറ്റ് വിശ്വബുദ്ധി EP ജയരാജൻ പ്രാഥമികമായി ഇതിന് മറുപടി പറയണം. ഇതിനേക്കാൾ ഉപരിയായി മറുപടി പറയേണ്ടത് ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള MV ഗോവിന്ദൻ ഇതിന് വിശദീകരണം. ഏത് മിനിറ്റ്സ് ബുക്കിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം കിടക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ 1.72 കോടി ഉറുപ്പിക കൈക്കൂലിയായോ എന്തോ വിധത്തിൽ ഈ പണം കിട്ടിയെന്ന് പറയുമ്പോൾ
AK ബാലൻ വിടുവായിത്തവും കോമാളിത്തരവും പറയുന്നത് ഈ നമ്പർ 1 ആയിരിക്കുന്ന ബാലനാണ് മാത്യു കുളനാടൻ കുഴിച്ച കുഴിക്കകത്ത് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ചാടിച്ചത്. അതിന്റെ ഫലം എന്താണ്? GST അടച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കമ്പനി ROC കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ കമ്പനി ആദായ നികുതി ഇനത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്ന 42 ലക്ഷത്തിൽ പരം രൂപ ഈ കമ്പനി അടച്ചിട്ടില്ല. ഈ അടക്കാതിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് 2022 മുതൽ ഈ കമ്പനി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജി കമ്പനിയുടെ MD കൂടിയായിരിക്കുന്ന ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ROCയുടെ മുൻപാകെ ഒരു നിവേദനം സമർപ്പിച്ചു. സാധാരണ നിലയിൽ 2 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായ ഇടപാടുകൾ നടക്കാത്ത ഒരു കമ്പനിക്ക് മാത്രമേ ഈ മരവിപ്പിക്കണമെന്ന് പറയാവുന്ന ഒരു വാദം അല്ലെങ്കിൽ പെറ്റീഷനോ കൊടുക്കാൻ നിയമപരമായി കമ്പനി ആക്ട് പ്രകാരം നിയമപരമായി സാധുതയുള്ളൂ. ഇത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ROC കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനിടയിലാണ് എന്ത് കണ്ടെത്തുന്നത്? ഈ 1.72 കോടി രൂപ ഇവിടെ കൈക്കൂലിയായിട്ടോ എന്തോ കള്ളപ്പണം പഠിപ്പിക്കൽ എന്തോ പൈസയായിട്ട് ഇത് വാങ്ങിച്ചു എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ എല്ലാ ഇടപാടുകളും സത്യത്തിൽ എന്താണ്? അത് ഡ്യൂബിയസ് ആണ്, അത് ദുരൂഹമാണ്. ഈ ദുരൂഹമായിരിക്കുന്ന ഒരു കമ്പനിയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ഇതിന്റെ നിർമ്മാതാവ് ആരാണ് ശരിക്ക് ആര് എന്ന് പറയുക? അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഈ കുട്ടിയുടെ അച്ഛനും കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉടമസ്ഥൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കടലാസ് കമ്പനി രജിസ്റ്റർ ചെയ്തതെന്ന ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെങ്ങനെയാണ് നിങ്ങൾ വിമർശിക്കുക? യുക്തിഭദ്രമായി അതിനെങ്ങനെയാണ് വിമർശിക്കുക? ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. ഈ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാതെ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സഖാക്കളെയും പ്രവർത്തകരെയും ബന്ധുക്കളെയും അനുഭാവികളെയും മുഴുവൻ തന്നെ പറ്റിച്ചിട്ടാണ് പാർട്ടി പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏറ്റവും ഗംഭീരമായി പറഞ്ഞിരിക്കുന്ന ആളുകാരാണ്. അയാളാണ് ഇന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്ന്. ഞാൻ തിരിച്ചു വളരെ സങ്കടപൂർവ്വം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം സ്വപ്ന സുരേഷ് ബാധകമല്ലേ? മാറും തെറിയുടെ ഓടയിലിട്ടല്ലേ ആ സ്ത്രീയെ വലിച്ചിടച്ചത് അല്ലേ? എത്ര കാലം ആ സ്ത്രീയെ കൊണ്ടുപോയി ജയിലിലിട്ടു? എന്തെല്ലാം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമായി? ഇതെല്ലാം ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾ അർമാദിക്കുകയായിരുന്നു. ഈ അർമാദിക്കുമ്പോൾ കാലം ഇതുപോലൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരും കണ്ടില്ല അല്ലേ? ഇത് പറയാനും കൂടിയാണ് വാസ്തവത്തിൽ എന്ത് വന്നെന്നറിയോ? കാലം ഈ രീതിയിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം ഞാൻ പറയാണ്. ഏത് വിഷയത്തിനും അഭിപ്രായം പറയുന്ന ഒരുപാട് ആസ്ഥാന നിലയവിദ്വാന്മാരുണ്ടല്ലോ പാർട്ടിക്കകത്ത്. ഒരാളും അഭിപ്രായം പറഞ്ഞില്ല. ഊരിപ്പിടിച്ച വാളിന് മുമ്പിലൂടെ നടന്നവരാണ് ഞാനെന്നും ഇരട്ടച്ചങ്ങനാണ് ഞാനെന്നും ഞാൻ കൈകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ആക്ഷൻ കാണിച്ചപ്പോ ബാലൻ പറഞ്ഞു വിജയ വേണ്ട എന്ന്, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഭൂലോക തള്ള് ജല്ലിക്കെട്ടിനേക്കാൾ വലിയ തള്ളിയപ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം. ആ മനുഷ്യൻ ഇപ്പൊ അനങ്ങുന്നില്ല. അദ്ദേഹത്തോട് ഞാനിപ്പോ തിരിച്ചു വയ്ക്കുകയാണ്. ഒരു പാർട്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹം വായില്ലാക്കുന്നതിൽ അപ്പനായി ഇപ്പൊ മാറിപ്പോയോ? ഇദ്ദേഹം മാറിപ്പോയോ? എന്തേ മൗനം? മറുപടി പറയണം. ഇവിടെ ഇത്തരത്തിൽ വരുന്ന ഗൗരവതരമായ വിഷയത്തെ സമീപിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ കളിച്ച കളിയിൽ വാസ്തവത്തിൽ നിങ്ങളെ വാട്ടർ റൂ അല്ലേ? ഇതിപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വാട്ടർ റൂവായി ഈ സാധനം മാറുകയല്ലേ ചെയ്തത് അല്ലേ? ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻപേ തൃശ്ശൂരിൽ വന്നപ്പോ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഒരു വളരെ വളരെ പെരിഫറലായി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഓഫീസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒറ്റ വർത്താനേ വരുള്ളൂ. അതിനപ്പുറവും പറഞ്ഞിട്ടില്ല, ഇപ്പുറത്തും ഒരു അക്ഷരം പോലും അദ്ദേഹം സംസാരിച്ചില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ സംഭവം എന്താണ് വന്നത്? അതിൽ 1.5 ആഴ്ച കഴിയുമ്പോഴാണ് ഈ വിഷയം പൊങ്ങി വരുന്നത്. ഈ വിഷയം പൊങ്ങി വരുന്നത് പറയുമ്പോൾ അർത്ഥം എന്താണ്? മുഴുവൻ ഡീറ്റെയിൽസും മുഴുവൻ ഡാറ്റയും ആരുടെ കയ്യിലുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിക്ഷിപ്തമാണത്. ഇനി ഈ പിണറായി ഈ പറയുന്ന മിസ്റ്റർ വിജയൻ എന്ന് പറയുന്നയാൾ വരച്ചേ പറ്റൂ. കാരണം രാഷ്ട്രീയത്തിൽ അയാളുടെ അസ്തമയം ആരംഭിച്ചിരിക്കുന്നു. ഇനി വരാതിരിക്കുന്ന ദുരന്തം എന്താണെന്ന് അറിയോ നിങ്ങള്? ആ ദുരന്തം ലോക്സഭാ ഇലക്ഷനിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഇത്തരം വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് ബാക്കി പിന്നീട് വരുന്ന ഭാഗം പിന്നീട് ഞാൻ വിശദീകരിക്കുന്നത്. ബാക്കി വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയെ സാക്ഷി നിർത്തിയിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങൾ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ എന്ന് ഈ EP ജയരാജനെ പോലത്തുള്ള കക്ഷികളും AK ബാലനെ പോലത്തുള്ള കക്ഷികളും ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ AK ബാലൻ വാസല്ല നമ്പർ 1 കോമാളികളുടെ വേഷം കെട്ടിയാടുകയാണ്. ആരാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ ഒരു ചോദ്യം ആരാണ് വിശ്വസിക്കുക? ഈ കേരളത്തിനകത്ത് എത്രയേറെ നിങ്ങളുമായി വിയോജിപ്പോ നിങ്ങളുമായി എതിർപ്പോ
എന്തെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടായിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ഈ കേരളത്തിലെ തെരുവോരങ്ങളും പത്രമാധ്യമങ്ങളും പറ്റി ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? ഇതിന് ഏറ്റവും ക്ലാസിക്കലായിരിക്കുന്ന മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണോ? ആ ഉദാഹരണമാണ് ആന്തൂറിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്ന പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമായി കുടുംബം തകർത്തപ്പോ ഈ ഒരൊറ്റ സങ്കടവും ഉണ്ടായില്ല. അത് ചെയ്തത് കൊണ്ട് ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു വിദണ്ഡവാദം പോലെയാണ് ഉന്നയിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇതിനകത്ത് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഗൗരവതരമായ രാഷ്ട്രീയം മുന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോ വായില്ലാക്കുന്നതിലപ്പരായി ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത നിസ്സഹാരാജക്ക്. ഇതിന്റെ ഏറ്റവും ദയനീയവും പരിഹാസ്യവുമായ ചിത്രമാണ് പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിക്കാൻ പോയി, പ്രധാനമന്ത്രിയെ യാത്രയേക്കാനും പോകുമ്പോ അയാളുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന മുഖവുമായാണ് പോയത്. എന്തേ ഈ ഇടതുപക്ഷത്തിന്റെ ഈ ആത്മവീര്യം ചോർന്നത് എവിടെയാണ്? ജനങ്ങളുടെ മുമ്പിൽ ഇയാളും ഇയാളുടെ കുടുംബവും പൂർണ്ണമായും എന്ത് ചെയ്യാന്നറിയോ? റിവീൽ ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ റിവീൽ ചെയ്യപ്പെടുന്നവർക്ക് ഇത് ഷാജി ഇപ്പൊ നാളെ പറയണ്ട, ഇത് ഷാജിക്കുള്ള വ്യക്തിപര, ഷാജിക്ക് അത് പിൻവലിക്കാൻ ഒരു തരത്തിലുള്ള വൈരാഗ്യവും ഷാജിക്കില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ കൃത്യമായി കാണിക്കാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആലോചിക്കുന്നത് ഒറ്റ വിഷയോട് പറഞ്ഞിട്ട് ഈ പോർഷൻ അവസാനിപ്പിക്കാം. മുഴുവൻ വിഷയത്തെയും വ്യക്തിപരമായി മാത്രം കാണുകയും തനിക്കിഷ്ടമല്ലാത്ത എന്തിനേയും സംഹരിച്ചു പോവുകയെന്ന രാഷ്ട്രീയത്തിലാണ് ഇപ്പോ ഇവിടെ എന്താ പറ്റിയത്? അടി തെറ്റിയത് ഇവിടെയാണ്. ഈ അടി തെറ്റിയപ്പോ സത്യത്തിൽ രക്ഷപ്പെടാൻ പോകുന്നത് ആരാണെന്നറിയോ? കേരളത്തിൽ ഇടതുപക്ഷവും കൂടി രക്ഷപ്പെടാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു അധ്യായത്തിന്റെ ഓപ്പണിംഗ് ആണ് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ പിന്നെ അന്വേഷണം നടക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ പ്രാഥമികമായി പറയാനുള്ളത്. അഡ്വക്കേറ്റ് JR, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയെ പൂട്ടാനുള്ള ഒരു ആയുധമാക്കുന്നു. ആ ഒരു ക്യാപ്സ്യൂളാണ് ഇടത് ക്യാമ്പ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു സംഭവമാണ് നമ്മുടെ EP ജയരാജൻ പറഞ്ഞതുപോലെ ഒരു പാവം പെൺകുട്ടിയെ ഇങ്ങനെ വേട്ടയാടുന്നു, സ്ത്രീത്വത്തെ വേട്ടയാടുന്നു. അവിടെയാണ് ഷാജി പറഞ്ഞ പ്രസക്തം. സ്വപ്ന സുരേഷിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? അവരൊരു സ്ത്രീയാണല്ലോ. ഇപ്പം നേരത്തെ പ്രഭാത പറഞ്ഞത് നമ്മൾ ഒരു വാദത്തിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കേസിലും പിന്നെ ഇതുപോലും ട്രയൽ പോലും തുടങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ അവർ ഇപ്പോൾ കുറ്റക്കാരിയാണെന്ന് പറയാൻ പറ്റില്ല ഈ ഘട്ടത്തിൽ. അപ്പോൾ ആ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഏത് രീതിയിലാണ് ഈ പാർട്ടി കൈകാര്യം ചെയ്തത്? അവരേതൊക്കെ രീതിയിൽ ദ്രോഹിച്ചു? അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം ക്യാപ്സൂളുകൾ വിലപ്പോവുമോ? ഇത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതൊക്കെ രാഷ്ട്രീയമായി കുറേ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്യാപ്സൂളുമായി വരുന്ന ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാമെന്നല്ലാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയില്ല. പണ്ട് ദേശാഭിമാനിയും അല്ലെങ്കിൽ അവരുടെ ചാനലും മാത്രം കാണുന്ന ഒരു ജനസമൂഹം മാത്രമാണുള്ളത്. ഇന്നിപ്പോൾ ധാരാളം സോഷ്യൽ മീഡിയയുമുണ്ട്, അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രിൻ്റുമുണ്ട്, അല്ലാതെയുമുണ്ട്. എല്ലാത്തിലും എന്താണ് വസ്തുതയെന്ന്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കഴിയുന്നൊരു പൊതു സാഹചര്യം ഇന്ന് നിലവിലുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും വിലപ്പോകില്ല. രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ടാണ്, ഇങ്ങനെയാണ്, സ്ത്രീയാണ് എന്നുള്ളത് ആണ് അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ EP ജയരാജൻ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നു. ഈ പറഞ്ഞ സ്ത്രീയുടെ അച്ഛൻ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരിക്കുന്നു. മാത്രമല്ല സ്ത്രീയുടെ ഭർത്താവ് കേരളത്തിലൊരു മന്ത്രിയായിരിക്കുമ്പോൾ അവർക്ക് പോലും കേരളത്തിൽ സ്ത്രീ എന്നുള്ള നിലയിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ള അദ്ദേഹം ഒന്ന് പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ അത് ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിയെ വേട്ടയാടുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുന്നത് കേട്ടു, BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നത്.
ഈ പ്രശ്നങ്ങൾ നമുക്ക് ആലോചിക്കാം. ഈ ആരുമായിട്ടാണ് ധാരണയുള്ളത്, ഒരുമിച്ച് ആരാണ് ഇരുന്ന് ചായ കുടിക്കുന്നത്, ആ സമയത്ത് ഡൽഹിയിൽ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിൽ. അത്രയും മോശപ്പെട്ട, ഞാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നത്, ഇത് കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവന കണ്ടു, അത്രയും മോശപ്പെട്ട പാർട്ടിയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ മാത്രമാണ് CPM-ന് എന്തെങ്കിലും ഒരു സേ ഉള്ളത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ഇടയിൽ. മറ്റൊരു സ്റ്റേറ്റിലും അതിന് കാര്യമായ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കക്ഷിയെ നിങ്ങളെന്തിനാ ഒരു INDI മുന്നണി ഉണ്ടാക്കി കേന്ദ്രത്തിൽ ഒരു വലിയൊരു പാർട്ണറാക്കി കൊണ്ടു കിടക്കുന്നത് എന്തിനാ? കേരളത്തിൽ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ബാംഗ്ലൂരിൽ അല്ല, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാലോ. അല്ല, അവർക്ക് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രണ്ട് മുന്നണികളും തെറ്റിദ്ധരിപ്പിച്ച് BJP-യുടെ ലേബലിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇത് നിയമലംഘനമാണ് നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾക്കും അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയ്ക്കായാലും വേറെ സാധാരണക്കാരായ രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുക്കൾക്കായാലും ഒരു സാധാരണ പൗരനായാലും ഇന്ത്യയിൽ നിയമം ഒന്നാണ്. ഇന്ത്യയിൽ നിയമം എല്ലാവർക്കും തുല്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും നിയമം പാലിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതാണിപ്പോൾ അന്വേഷണം വരുന്നത്. വളരെ ഗൗരവമായിട്ട് ഈ ROCയുടെ അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ചെയ്തിട്ടുള്ള പ്രവർത്തികളെല്ലാം പൂർണ്ണമായും നിയമലംഘനം, നിരവധി ഈ കമ്പനി ആക്ടിൻ്റെ ലംഘനമാണ്, പരമമായ ലംഘനമാണ്, നിരവധി ലംഘനമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ കമ്പനി 2 വർഷത്തെ ട്രാൻസാക്ഷൻ ഒന്നും നടത്താൻ പാടില്ല, അത് കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ യാതൊരു ഡ്യൂസും ഇല്ല, അങ്ങനെ ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് യാതൊരു ഡ്യൂസും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതുപോലെ ഏറ്റവും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഓഡിറ്റർ ഒപ്പിടണം. ഓഡിറ്റർ ഒപ്പിടാതെ ആണ് കൊടുത്തിട്ടുള്ളത്, റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാം കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കുഴപ്പമുണ്ട്, കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്കും അറിയാം. അപ്പോൾ അവരെ അതിൽ നിന്ന് ഊരിയെടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ രാഷ്ട്രീയമുണ്ട്, BJP രാഷ്ട്രീയം വെച്ച് പകപോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമവിരുദ്ധമായ ഈ കള്ളപ്പണം വെളുപ്പിക്കലിനെ, ഈ അഴിമതിയെ, ഈ കക്കൂലിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യഥാശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ ഉൾപ്പെടെ AK ബാലൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വിലപ്പോകില്ല, നിയമപരമായും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇതിന് കണക്ക് പറഞ്ഞേ പറ്റൂ. ഒരു നിയമപരമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ നിയമം അനുസരിച്ച് ആ നിയമത്തിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാതെ അതിനെ ഒരു മറയാക്കി വെച്ചുകൊണ്ട് അഴിമതി നടത്താനാണ്, സ്വജനപക്ഷപാതം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഭരണത്തിന് സ്വാധീനം ഉപയോഗിച്ച് കൊള്ളയടിക്കാനാണ് ശ്രമമെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതൊരു കാലത്തിൻ്റെ ഒരു കാവ്യ നീതിയാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. ശ്രീ പ്രഭാത്, CMRL-നെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയേണ്ട എന്തും പറയാലോ. ഇവിടെ ബഹുമാനപ്പെട്ട ജയർ ഒരു വാക്ക് പറയണ്ടായി. നമ്മുടെ ഈ വിഷയം നമ്മുടെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആ പൊതുജനങ്ങൾ ഇത് വിലയിരുത്തും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മറ്റേത് മീഡിയകളായിക്കോട്ടെ, ഇപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥകളിൽ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പഴയ കാലം പോലെ അല്ല, വളരെയധികം ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആണ് ഇവിടുത്തെ ജനങ്ങൾ. അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള അറിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത് നമ്മളായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണക്കടത്തിൻ്റെ കേസിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ഒരു എയറിലൊരു സാധനം ഇട്ടിട്ടുണ്ട്, അതൊരു ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂൾ എന്താണ്? ഇവിടുത്തെ BJP-ക്കാർക്കുള്ള ഒരു ക്യാപ്സൂളാണ്. സ്വർണ്ണക്കടത്തിൽ ഒരു വിഷയമുണ്ട്, ആരാ അന്വേഷിക്കേണ്ടത്? സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ, അല്ലല്ല, ആയിക്കോട്ടെ, എത്ര കാലമായി. അതേപോലെ തന്നെ ഈ വിഷയവും എത്രയോ കാലങ്ങളിലേക്ക് ഉള്ള ഒരു ക്യാപ്സൂളാക്കി ഇടുക. അതാണ് നിങ്ങളുടെ പ്രതീക്ഷ. ആ ക്യാപ്സൂൾ മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി കഴിക്കുക, ആ കഴിച്ചതിന് ശേഷം അത് ഛർദ്ദിക്കുക, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ അദ്ദേഹം പറയണ്ടായി, പാണ്ഡ്യാല അദ്ദേഹം പറയണ്ടായി, ഈ ഇതുമായി ബന്ധപ്പെട്ട് AK സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് നൽകിയിട്ടുണ്ടായി. ഞാൻ താമസിക്കുന്നത് എവിടെയാണ്, ആ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് നൽകേണ്ടത്.
ആ അഡ്രസ് എന്താണെന്ന് സെന്ററിലാണ് അല്ലല്ല ആയിക്കോട്ടെ, അവിടുത്തെ ഫ്ലാറ്റ് ആണ്, ആ ഫ്ലാറ്റ് നമ്പർ AK സെന്റർ എന്നുള്ളതാണ് അഡ്രസ്. നോ ആയിക്കോട്ടെ, ചിന്തയുടെ കൂടെയുള്ളത് സംഭവങ്ങൾ, തെറ്റായ സംഭവങ്ങൾ നിങ്ങൾ ചാനലിൽ ആവർത്തിക്കരുത്. ഡിപ്പാർട്ട്മെന്റിലെ തീരുമാനിക്കട്ടെ, നമ്മൾ രണ്ടുപേരും അല്ലല്ലോ. അല്ല, AKG സെന്ററിന്റെ മേൽവിലാസാണ് കൊടുത്തത്. AK സെന്ററിന്റെ അല്ല, AK സെന്റർ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, AK സെന്റർ എന്ന് പറയുന്നതിന് തൊട്ടടുത്ത് ഒരു പെട്ടിക്കട എന്തെന്നറിയോ? നിയർ AK സെന്റർ. ഞാൻ പറയട്ടെ, അല്ല, AK സെന്ററിന്റെ ഫ്ലാറ്റ് ആണ് അത്. നിങ്ങൾ പരിശോധിക്കൂ. ഇവിടെ എനിക്ക് അതിന് തർക്കത്തിന്റെ കാര്യമില്ല, അത് നിങ്ങൾ പരിശോധിക്കൂ. അതാ കൊടുക്കാൻ കഴിയുക. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീണ വിജയന് വേറെ അഡ്രസ് ഒന്നുമില്ലേ? അല്ല, അവർ താമസിക്കുന്ന സ്ഥലമാണ് കൊടുക്കേണ്ടത്. ആ സ്ഥലത്തായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ അഡ്രസ് കൊടുക്കണം. അല്ല, വീണ വിജയൻ AKG സെന്ററിലാണോ താമസിച്ചിരുന്നത്? അതിന്റെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. ആ ഫ്ലാറ്റിന് അഡ്രസ് ഇല്ലേ? ഫ്ലാറ്റിന് അഡ്രസ് ഇല്ലേ? ഫ്ലാറ്റിന്റെ അഡ്രസ്സാണിത്, നിങ്ങൾ പരിശോധിക്കൂ. ആ ഫ്ലാറ്റിന് ഏത് അഡ്രസ്? വീണ വിജയൻ ബംഗളൂരുവിൽ താമസിച്ചിട്ടുണ്ടോ? അതുണ്ടാവും. ഇല്ലല്ല, ഞാൻ അതല്ലല്ലോ പറയുന്നത്. അവർ കൊടുക്കേണ്ട അഡ്രസ് ഞാൻ ഏത് അഡ്രസ്സിൽ കൊടുക്കേണ്ടത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, അത് നിങ്ങളല്ലല്ലോ. അല്ലല്ല, ഞാൻ താമസിക്കേണ്ട സ്ഥലം എവിടെയാണ് തീരുമാനിക്കേണ്ടതെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ അവർക്ക് വിട്ടുകൊടുക്കൂ. വ്യാജ മേൽവിലാസമാണ് കൊടുത്തത്. അതെങ്കിൽ നിങ്ങൾ അതിന് പരാതി കൊടുക്കൂ. തീരുമാനിക്കേണ്ടത് അല്ല. പ്രഭാതെ ഇന്നലെ ഈ ROCയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു തൽപര കക്ഷി ഇടപാട് എന്നുള്ളതാണ്. ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയെ കൂടി ഇതിന്റെ ഭാഗമാക്കുകയാണ്. പിന്നീടാണോ ROC പോലത്തെ ഒരു സ്ഥലത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പാട്? ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ വിഷയം അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഇവിടെ സ്വപ്ന സുരേഷിനെ വളരെയധികം നല്ല കുട്ടിയായിട്ട് പാണ്ഡ്യാല ഷാജി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് നല്ല കാര്യം. ആ രീതിയിലാണ് പരിഗണിക്കുക ഈ വിഷയം. ഈ സ്വപ്ന സുരേഷിനെ പറ്റി ആദ്യ കാലഘട്ടങ്ങളിൽ ശിവശങ്കർ പാണ്ഡ്യാല ഷാജിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നില്ല. ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കേസുമായി ആദ്യം വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഒരു കൂട്ടരല്ലേ കരിവാരി എറിഞ്ഞത്? അതിനുശേഷം നിങ്ങൾ അവരെ കൂട്ടി. അവിടെയാണ് രാഷ്ട്രീയം. നിങ്ങൾ ഒരു വ്യക്തിക്കെതിരെ, അത് പക്ഷേ ഇവിടുത്തെ സംസ്ഥാനത്തെ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് രണ്ടാം പ്രാവശ്യവും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും പേടിയില്ല. ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തട്ടെ. പാണ്ഡ്യാല ഷാജി മറുപടി: ജനങ്ങളെല്ലാം വിലയിരുത്തുന്നു, ഞങ്ങൾ വീണ്ടും അധികാരത്തിലെത്തും. സത്യത്തിൽ പ്രസാദ്, നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനം ഇത് കാണുകയല്ലേ. നിങ്ങൾ എന്തായി പറയുന്നത്? AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഗൂഢാലോചന ആരംഭിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലാവ്ലിൻ കേസ് വന്നപ്പോൾ ഇതിന്റെ ആരംഭം എവിടെയാണ്? കനഡയിൽ ഏറ്റവും കൂടുതൽ സിഖുകാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമേതാ? ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമേതാ? അത് കനഡയാണ്. ആ രാജ്യവുമായിട്ട് സിഖുകാർക്ക് ഉണ്ടായിരിക്കുന്ന ബന്ധത്തിനകത്ത് മരിച്ചുപോയിരിക്കുന്ന പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് സുർജിത്ത്, പാർട്ടിക്കകത്ത് ഇന്റർനാഷണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അത് കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരാൾ, പാർട്ടി ഇന്റർനാഷണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്ത് ഏറ്റവും പ്രാഗൽഭ്യത്തിരിക്കുന്ന ആളായിരുന്നു മരിച്ചുപോയിരിക്കുന്ന സഖാവ് സുർജിത്ത്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അന്നുണ്ടാക്കിയിരിക്കുന്ന ഈ വ്യവഹാര ബന്ധങ്ങളുടെ ഭാഗമായാണ് ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന ആ കേസ് കരാർ എവിടത്തേക്ക് വരുന്നത്? ഈ കേരളത്തിലേക്ക് വരുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്
പിന്നെ CPIM സംസ്ഥാന സെക്രട്ടറിയായി വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന അന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മിസ്റ്റർ വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത് മറ്റല്ലാതെ അച്യുതാനന്ദൻ പറഞ്ഞിട്ടല്ല, VS പറഞ്ഞിട്ടല്ല അത്. പക്ഷേ അത് VSന്റെ പെരടിക്ക ഇട്ടുകൊടുത്തത്, VSന്റെ നോമിനിയുമല്ല അത്. ഇതാണ് അതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? കൊണ്ടുവന്നത് ഈ ലാബിന്റെ ഈ കുഴപ്പം പിടിച്ച ഈ സാധനത്തെ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ്. അത് റെഡിയാക്കി എടുത്തതിന്റെ പിന്നെ വലിയ സ്മാരകം പിന്നെ ഡൽഹിയിൽ ഉണ്ടുതാനും അത് എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക്. അതിന്റെ ഫലം എന്താണെന്നറിയോ? പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് തൊട്ട് പാർട്ടിയുടെ സാധാരണ ബന്ധുവും അനുഭാവിയും വരെ ഈ ലാവ്ലിൻ കേസിൽ ഇയാളെ ന്യായീകരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് GP ജയരാജൻ എന്ന് പറയുന്നത് ഈ വിഡ്ഢി പറഞ്ഞത് പോടാ പുല്ലേ CBI എന്ന്. അറിയോ നിങ്ങൾ? ഇതാണ് പാർട്ടിയെ കൈപ്പിടിയിലാക്കുക എന്ന് പറയുന്ന തന്ത്രത്തിന്റെ ഭാഗം. എല്ലാ വിഷയങ്ങളെയും പേഴ്സണലാക്കി മാറ്റിയപ്പോൾ വന്നിരിക്കുന്ന ദുരന്തമാണിത്. ഇവിടെയും ചെയ്തത് ഇതേ നാടകം തന്നെയാണ്. ആ നാടകത്തിന്റെ ഭാഗമായാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്തിട്ട് ഈ കള്ളക്കമ്മട്ട കമ്പനിക്ക് വേണ്ടിയിട്ട് അഡ്രസ് കൊടുക്കുക. നിങ്ങൾ എത്ര ക്രൂരനാണ് സാർ, നിങ്ങൾ എത്ര ക്രൂരനാണ് നിങ്ങൾ? എത്ര ആളുകളുടെ ചോരയും നീര് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണിത്. എത്ര ആളുകളുടെ ജീവത്യാഗം, എത്ര ആളുടെ കണ്ണീരിട്ടിട്ട് ഇതിനകത്ത്. ഈ കണ്ണീരും സങ്കടങ്ങളും വേദനകളും ഒന്നും വിഷയമല്ല. എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്വാർത്ഥ ലാഭം മാത്രം പ്രധാനമായി മാറിയത്. ജനം തിരിച്ചറിഞ്ഞതിലല്ല പ്രശ്നം. ഇവിടെ വന്നത് എങ്ങനെയാണെന്നറിയോ? ROC അത് പരിശോധിച്ചപ്പോഴായി സാധനത്തിന് ഇല്ലെങ്കിൽ തിരിയില്ല. അപ്പൊ എന്ത് വന്നു? നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമായി നിൽക്കാൻ നിർബന്ധിക്കപ്പെട്ടു. നിങ്ങൾ ഏത് രാഷ്ട്രീയ ബോധത്തിന്റെയും ഏത് ഇടതുപക്ഷ ബോധത്തിന്റെയും മേലെയാണ് ഈ കമ്മട്ട കമ്പനിയെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്? വളരെ സ്വാഭാവികമായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരമൊരു സംഭവം ചെയ്യാതിരിക്കുന്നതിന്റെ ദുരന്തം എന്താണെന്ന് അറിയോ നിങ്ങൾ? നാളെ പിറക്കാനിരിക്കുന്ന കുട്ടികളെ പോലും ഈ കള്ളത്തരത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യുക. അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചിരിക്കുന്ന മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റിയെ മുഴുവൻ തന്നെ എന്ത് ചെയ്തു എന്ന് പറയുന്നത്? അത് മുഴുവൻ തന്നെ പിന്നെ നശിപ്പിച്ച് കളയാണ് ചെയ്തത്. നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇത് കള്ളന്മാരുടെയും അതോടൊപ്പം ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുകയും കമ്മിറ്റികൾ ഉണ്ടാക്കി മാറ്റുകയും ചെയ്തു. പാർട്ടി പ്രവർത്തനമല്ല, പകരം അത് കമ്മീഷൻ പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുന്ന അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു കേന്ദ്രത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോയി നയിക്കുകയും ചെയ്തു എന്നതാണ് ഗുരുതരമായ ആരോപണം. അല്ലെങ്കിൽ കട്ടൂന്നല്ല, അത്ര പല ആരോപണത്തിന് മാത്രമല്ല വിഷയം. ഈ പാർട്ടിയുടെ ധാർമ്മികതയാണ് നശിപ്പിച്ചത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇടത് മുന്നണിക്കകത്ത് മാത്രമുള്ള ഒരാളാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ആൾക്ക് അത് വൈകാരിക പ്രശ്നമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ നുണയും ഈ കേരളത്തിലെമ്പാടും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ജാഥ നയിച്ച് പ്രസംഗിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ആർക്ക് വേണ്ടിയാണ്? ഇല്ലെങ്കിൽ എന്ത് പറയണം? വിശദീകരിക്കണം. 1.72 കോടി രൂപ എന്താവശ്യത്തിന് വാങ്ങി? ചോദ്യത്തിന് മറുപടി ഉണ്ടോ? എന്താവശ്യത്തിലാണ് കൊടുത്തത്? ചോദ്യത്തിന് മറുപടി ഉണ്ടോ? മറുപടിയില്ല. അതാ ഞാൻ പറഞ്ഞ വായിലാക്കുന്നില്ല അപ്പൻ എന്ന് പറയുന്നത്. എവിടെയുണ്ട് ഈ പെൺകുട്ടിയുടെ മൗനം? എവിടെയുണ്ട് ഈ പെൺകുട്ടി? പെൺകുട്ടി എന്താ ഒരു അക്ഷരം ഉണ്ടാത്തത്? ഈ കള്ളക്കമ്മട്ട കമ്പനി എന്ന് പറയുന്നത് 2022 നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇത് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് മരവിപ്പിക്കണം, ക്യാപ്റ്റൻ ചാമ്പ്യൻസ് ആക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ തുടർച്ചയായി കുറച്ച് കാലങ്ങളായി ഈ കമ്പനിക്കകത്ത് ഒരു വ്യവഹാരവും നടന്നിട്ടില്ല എന്ന് അന്വേഷണത്തിന് ബോധ്യമാവണം. അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിനകത്ത് വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടലിന്റെ ഭാഗമായാണ് 1.72 crores ഇതിനകത്ത് ഈ പറയുന്ന ഇടപാട് നടത്തിയെന്ന് പറയുന്നത്. എന്തിനു കൊടുത്തു? കർത്ത കൊടുത്തത് ചായ കുടിക്കാൻ കൊടുത്തതാണോ? 40,000 കോടി റുപ്യയുടെ സംഭവം ഉണ്ട് എന്നാണ് പിന്നെ ഷോൺ ജോർജ് ഒരു തവണ ഉണ്ടാക്കുന്ന ചർച്ചക്കകത്ത് പറഞ്ഞത്. എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ അടുത്ത് ആലപ്പുഴയിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞത് 40,000 അതിൽ എത്രയോ ഇരട്ടി വരുമെന്നാണ്. അതിന്റെ പിന്നെ 14%, 13.72% KSITC കൊടുക്കണം. ആ പൈസ എവിടെ? കേരളത്തിൽ കിട്ടേണ്ട പൈസയല്ലേ? ഇവിടെ ഇട്ട പൈസ ആരാണ് പൈസ എടുത്തത്? അപ്പോഴാണ് PV പിന്നെ പറയുന്ന പേര് വരുന്നത്. PV ഞാനല്ല എന്ന് പറയുന്നത്. പിന്നെ ആരാണ് ഈ PV? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കള്ളക്കമ്മട്ട കമ്പനി ഉണ്ടാക്കുമ്പോൾ അഡ്രസ് കൊടുക്കുന്നത് തൊട്ട് തന്നെ ഗൂഢാലോചന ആരംഭിച്ചു. ഇത് വാസ്തവത്തിൽ എന്തായിരുന്നു? ഒരു കൊയ്ത്തിനുള്ള ഹാർവസ്റ്റ് നടത്തി കൊയ്ത്തിനുള്ള ഒരു ഉപാധിയായി വെച്ചിരിക്കുന്ന കള്ള കടലാസ് കമ്പനി മാത്രമാണിത്. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണോട് പറയാം. പിന്നെ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പിന്നെ PC ജോഷി ഉള്ള കാലത്താണ് ഞാൻ നമ്മുടെ ചാനൽ ചർച്ചയിൽ അത് പറഞ്ഞതാണ്. റഷ്യയിൽ നിന്ന് കണ്ടമാനം പണം ആര് വാങ്ങിക്കുന്നുണ്ട്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നും ആ പണം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു. PC ജോഷി എന്ന് പറഞ്ഞത് അന്നത്തെ പാർട്ടി ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് പിന്നെ ബോംബെയിലാണ്. ബോംബെയിലെ ഹെഡ്ക്വാർട്ടറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ പുസ്തകം ഈ ലെഡ്ജർ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഗാന്ധി പോയി.
PC ജോഷി എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാനിപ്പോ ചോദിക്കുകയാണ്, ഇയാളും ഇയാളുടെ കുടുംബത്തിന്റെയും സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് കണക്ക് നോക്കുക. ആരോടും ചോദിച്ചാൽ കണക്ക് തരുമോ? ശതകോടികൾ ഉണ്ട് എന്നാണ്, ശതകോടികൾ ഉണ്ടെന്നാണ് ആരോപണം വന്നത്. എന്തുകൊണ്ട്? ചടയം കോഴിതാനെ കുറിച്ച് പറഞ്ഞു ഈ ആരോപണം വന്നോ? ഇയാളെക്കാൾ കൊടികെട്ടി പറക്കുന്ന ആളായിരുന്നില്ല MVR ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നപ്പോ. ഒന്നും അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരായിട്ട് വന്നോ? കുടുംബത്തിനായിട്ട് വന്നോ? ഇതൊന്നും ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് ഇവിടെ വരുന്നു? ഈ വരുന്നു എന്ന ചോദ്യത്തെ രാഷ്ട്രീയമായി നേടുന്നതിന് പകരം അതെന്താക്കി തീർക്കുക? അത് അയാൾ കണ്ടുകൂടാതെ, സോറി സാർ, അയാൾ അങ്ങനെ കണ്ടുകൂടാതിരിക്കുന്ന ഒരു വിഷയമല്ല അത്. ആ വിഷയത്തേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്യില്ല. അങ്ങനെ ഡൈവേർട്ട് ചെയ്തതിന്റെ ഭാഗമായാണ് EP ജയരാജൻ പറഞ്ഞത് ഒരു പാവം പെൺകുട്ടി. ഏത് പാവം പെൺകുട്ടി? എന്ത് പാവം? പാവം നിൽക്കുക. അത് ആ അർത്ഥത്തിൽ അവർ ചിലപ്പോൾ പാവമായിരിക്കാം. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന പണിയേതാ? ഇതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ബലം ഈ കുട്ടിക്ക് ആര് നൽകിയെന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്താണ് എന്ത് വരുന്നത്? ജനിതഘടനയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുടെ ഭാഗമാണ് ഈ പിടിച്ചുപറി അല്ലെങ്കിൽ ഈ കൊള്ള. അതുകൊണ്ട് ആ കൊള്ളയാണ് വാസ്തവത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതങ്ങ് അവസാനിക്കുമല്ലേ? ഇത് ആരെ സൂചിപ്പിക്കാനാ? ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ സൂചിപ്പിക്കാനാണോ? നിങ്ങൾക്ക് എന്നല്ല ഒരാൾക്കും അത് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താനാവാത്ത വിധത്തിലേക്ക് പാർട്ടിക്കകത്തുള്ള ഓരോ ആളുകൾക്കും മനസ്സിലായിരിക്കുന്നു. ഇത് ഈ കഴിഞ്ഞ 7.5 വർഷക്കാലമായി നടത്തിയിട്ടുള്ളത് മുഴുവൻ തന്നെ തീവട്ടിക്കൊള്ളയും ആ തീവട്ടിക്കൊള്ളയുടെ ഭാഗമായാണ് ഈ കേരളം ഇത്രയേറെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് അടിമപ്പെട്ടത് എന്നും ബോധ്യപ്പെടുകയാണ്. ആ വിഷയം വന്നപ്പോഴാണ് ഇപ്പൊ നാളെയാണല്ലോ ഈ മറ്റേ മനുഷ്യച്ചങ്ങല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം കൊടുത്ത് കോട്ടയും ചങ്ങലയും കെട്ടി കേരളീയ ഉപലത്തെ അനാഥമാക്കുന്ന ഒരു പുതിയ പ്രക്രിയയായിട്ട് വരുന്നതല്ലേ? സത്യത്തിൽ ഈ ചങ്ങലയിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോ സഖാവും ഓരോ ഡിവൈഎഫും ആലോചിക്കേണ്ടത് ഇവരൊക്കെ എത്രമാത്രം അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് അപമാനിക്കപ്പെടുന്നു എന്ന് ചോദിക്കാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ബോധം ഇല്ലാതാക്കുന്നതിൽ അതിഗംഭീരമായി വിജയിച്ചതാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബവും. അതാണ് ഈ വസ്തുത. അതാണ് ഇതിന്റെ വസ്തുത. ഈ വസ്തുതയായി കാണാനുള്ള ജനാധിപത്യ ബോധമാണ് ഉണ്ടാവേണ്ടത്. അതിന് പകരം നമ്മൾ കേവലമായ ഒരു സംഭവം മാത്രമായി ഇതിനെ ചുരുക്കിയിട്ട് ആക്ഷേപിക്കല്ലേ വേണ്ടത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സത്യത്തിൽ ഈ കേരളത്തിലെ UDF സംവിധാനം ചെയ്യേണ്ടത്, ഇപ്പൊ ഈ വിഷയത്തിനകത്ത് ചെയ്യേണ്ടത്, ഇയാള് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് ഇയാൾ മാർച്ച് നടത്തണം. ഈ UDF ധൈര്യം ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകളുടെ ഹർജി സമർപ്പിച്ച് ഗവർണറുടെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കണം അവര്. അതാണ് ജനാധിപത്യപരമായ സമരം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടോ ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള അവസ്ഥ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ കേരളത്തെ നിർവീര്യമാക്കുന്നതിൽ ഈ പറയുന്ന LDF സംവിധാനം വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയാണ് വാസ്തവത്തിൽ നാം എത്ര ദരിദ്രമായി എന്ന് പറയേണ്ടത്. മറ്റല്ലാതെ ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആവശ്യമില്ലാതെ ന്യായീകരിക്കാൻ ദേവി ചെയ്ത് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഒരു നല്ല ജനാധിപത്യ ബോധത്തിന്റെ ലക്ഷണമല്ല മിസ്റ്റർ പ്രസാദ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. യെസ്.